ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം ഏതാണ്? കുറച്ച് വരി മാം എടുത്തിരുന്നോ? നിങ്ങൾ വായിച്ചിരുന്ന? എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലേ? എന്താ പാഠത്തിന്റെ പേര്? അമ്മയ്ക്ക് എന്തൊരു ഭംഗി. ആരെഴുതിയതാണ്? സുഗതകുമാരി അല്ലെ? സുഗതകുമാരി ടീച്ചർ എഴുതിയ വാഴത്തേൻ എന്ന് പറയുന്ന കവിതയിലെ ഒരു ഭാഗമാണ് അമ്മയ്ക്ക് എന്തൊരു ഭംഗി എന്ന് പറയുന്ന കവിത. എല്ലാവർക്കും ഇഷ്ടായില്ലേ? നിങ്ങളെ വീട്ടിലെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് കവിതയില് ഉള്ളത്. ആ വരികൾ എല്ലാവരും പഠിച്ചതല്ലേ? ചൊല്ലി പഠിച്ചല്ലേ? ഒന്ന് കേൾത്തെ. ഒന്ന് ചൊല്ലി. ആര് ചൊല്ലിയ? ചൊല്ലി. എന്നും കാലത്തമ്മേ അമ്മയ്ക്ക് എന്തൊരു മേളം. കാലത്ത് അമ്മയ്ക്ക് എഴുന്നേറ്റാല് കാലത്ത് അടുക്കളയിൽ ധാരാളം പണികൾ ചെയ്യാനായിട്ടുണ്ട്. എന്തൊക്കെ പണികളാണ് അമ്മയ്ക്ക് ചെയ്യാനായിട്ടുള്ളത്? അച്ഛനെ കാപ്പി ഒരുക്കാൻ, അച്ഛനെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. കൊച്ചനുജത്തിയെ നോക്കാൻ, ചെറിയ ഉണ്ണിയുണ്ട്, ഉണ്ണി കരയുമ്പോ ഉണ്ണീനെ പോയിട്ട് എടുക്കണം, ഉണ്ണിയെ ആശ്വസിപ്പിക്കണം, പാല് കൊടുക്കണം. അങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് പണികൾ കാലത്ത് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ചോറും കറിയും വെക്കാൻ, വീട്ടിലെ ചോറും കറിയും വെക്കുന്നത് അമ്മയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചോറും കറിയും വെക്കണം. 100 തിരക്കുകൾ തീർക്കാൻ, കുഞ്ഞിന് പാല് കൊടുക്കാൻ, എന്നെ ഒരുക്കി അയക്കാൻ. നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോ, ഇപ്പൊ വരണ്ട, സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളെ സ്കൂളിലേക്ക് അയക്കണമെങ്കിൽ കാലത്ത് അമ്മ എന്തൊക്കെ ചെയ്യുന്നു? ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു, നിങ്ങളെ നേരത്തെ വിളിക്കുന്നു, കുളിപ്പിക്കുന്നു, നിങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് തരുന്നു, പിന്നെ മുടി ചേകി കെട്ടുന്നു, പൊട്ടിട്ടീച്ച് തരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാലത്ത് നിങ്ങൾ വരുമ്പോഴേക്ക് മുന്നേ അമ്മയ്ക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ഇത്രയധികം ധൃതിയുള്ള ജോലികളാണെങ്കിലും അമ്മ വളരെ സന്തോഷവതിയാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൂടി ഇനി ചെയ്യാനുണ്ട് എന്ന് നമുക്ക് ഈ വരികളിലൂടെ നോക്കാം. എന്തൊരു അടുക്കള മേളം. അടുക്കളയിൽ എന്ത് മേളാണ്, എന്ത് ബഹളാണ്, അതായത് എന്ത് ധൃതിയാണ്. ഒരു പണി ചെയ്യുമ്പോഴേക്കും അടുത്ത പണി. ബ്രേക്ക്ഫാസ്റ്റിന്റെ കഴിയുമ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ചോറും കറി ഉണ്ടാക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശിയും വിളിക്കുന്നു, അവരുടെ അടുത്ത് ചെല്ലുന്നു, അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാലത്ത് ചെയ്യണം. അതാണ് അടുക്കള മേളം. അടുക്കളയിൽ വളരെ ധൃതിയിലാണ് നമ്മുടെ അമ്മ. ഒന്നു കുളിക്കാൻ പോലും നേരം അമ്മയ്ക്കില്ല നേരം. എന്താ പറയുന്നത്? ഒന്ന് കുളിക്കാൻ പോലും അമ്മയ്ക്കില്ല നേരം. അമ്മയ്ക്ക് നേരം കിട്ടുന്നില്ല. കാലത്ത് അത്രയും ധൃതിയിലാണ്. ചിലപ്പോൾ അമ്മ കാലത്ത് നേരത്തെ എനിക്ക് കുളി കഴിഞ്ഞിട്ടാണ് അടുക്കളയിലെ ജോലികൾ ചെയ്യുന്നത്. ചിലവരാണെങ്കിലോ അടുക്കളയിലെ ജോലികൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുളിക്കാൻ പോകുന്നു. എങ്കിലും അമ്മേ സഞ്ചിയുമായി ഞാൻ പോകെ, എന്നുടെ നെറ്റിയിൽ ഉമ്മ തരോ അമ്മയ്ക്ക് എന്തൊരു ഭംഗി. എന്താണ് പറയുന്നത്? എങ്കിലും അമ്മ, എങ്കിലും ഇത്രയധികം ജോലികളൊക്കെ ഉണ്ടെങ്കിലും സഞ്ചിയുമായി ഞാൻ പോകെ, അതായത് ഞാൻ സ്കൂളിലേക്ക് ബാഗുമായിട്ട് ഞാൻ പോകുന്ന സമയത്ത് എന്നുടെ നെറ്റിയിൽ ഉമ്മ തരും അമ്മയ്ക്ക് എന്തൊരു ഭംഗി. ഞങ്ങളുടെ നെറ്റിയിൽ ഉമ്മ തരുന്ന, അതായത് എന്റെ നെറ്റിയിൽ ഉമ്മ തരുന്ന അമ്മയ്ക്ക് എന്തൊരു ഭംഗിയാണെന്ന്. അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഈ ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ടും അമ്മ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ബാഗ് എടുത്തു തരുന്നു, എന്നെ സ്കൂളിലേക്ക് യാത്രയാക്കുന്നു. അപ്പൊ എന്റെ നെറ്റിയിൽ ഉമ്മ വെക്കാനും അമ്മ മറന്നു പോകുന്നില്ല. അപ്പോൾ നിങ്ങളെ സ്നേഹപൂർവ്വം നിങ്ങളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന അമ്മയ്ക്ക് എന്തൊരു ഭംഗിയാണ്. അപ്പൊ അമ്മയുടെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. അമ്മയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അമ്മയുടെ കാര്യങ്ങൾ എന്താണ്, സുഖമാണോ, അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അങ്ങനെ അമ്മയുടേതായ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെയുള്ള അമ്മയെ നിങ്ങൾ സ്നേഹിക്കണം. അപ്പോൾ വരികളുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താണ് അടുക്കളയിൽ? ഇന്ന് എടുത്ത വരികൾ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്തൊരു അടുക്കള മേളം. അടുക്കളയിൽ എന്ത് മേളമാണ്, എന്തൊക്കെ ജോലികളാണ് അമ്മയ്ക്ക് കാലത്ത് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് കുളിക്കാൻ പോലും അമ്മയ്ക്കില്ല നേരം. അമ്മയ്ക്ക് കുളിക്കാനായിട്ട് നേരം കിട്ടുന്നില്ല. എങ്കിലും അമ്മേ സഞ്ചിയുമായി ഞാൻ പോയികെ, ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നുടെ നെറ്റിയിൽ ഉമ്മ തരും അമ്മയ്ക്ക് എന്തൊരു ഭംഗി. എന്റെ നെറ്റിയിൽ ഉമ്മ തരുന്ന അമ്മയ്ക്ക് എന്ത് ഭംഗിയാണുള്ളത്. അപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ ഈ വരികൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? മാം തരുന്ന നോട്ട്സ് എഴുതിയെടുക്കണം, യൂട്യൂബ് വീഡിയോ കാണണം, കോപ്പി ബുക്ക് എഴുതാൻ മറക്കരുത്. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.